ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. Discharge of contracts. Discharge of contract means termination of the contractual relationship between the parties. A contract is said to be discharged when the rights and obligations arising out of a contract are extinguished. അതായത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എ കോൺട്രാക്ട് കംസ് ടു ആൻ എൻഡിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റ് എന്താണ് എൻഡ് ആവുന്നു, അല്ലെങ്കിൽ ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അവസാനിക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്, അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് അവരുടെ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒഴിവാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ കോൺട്രാക്ച്വൽ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളും അവരുടെ ഒബ്ലിഗേഷൻസും, അതായത് അവർ ചെയ്യേണ്ട അവരുടെ കടമകളും എന്ത് ചെയ്യുന്നു, അവർ വേണ്ടാന്ന് വെക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താണ് എൻഡ് ആവുന്നു, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവുന്നതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടീസ്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് അവരുടെ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, അവരുടെ അവകാശങ്ങളും അവരുടെ കടമകളും അവർ വേണ്ടാന്ന് വെക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. താഴെ പറയുന്ന രീതികളിലാണ് സാധാരണ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 6 തരത്തിലാണ് നമ്മൾ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുക. അതിലൊന്നാമത് ബൈ പെർഫോമൻസ് ആണ്. സെക്കൻഡ് കേസ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓർ എഗ്രിമെൻറ്റ്. തേർഡ് വൺ ബൈ ലാപ്സ് ഓഫ് ടൈം. ഫോർത്ത് വൺ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഫിഫ്ത്ത് വൺ ബൈ സബ്സീക്വൻ്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. സിക്സ്ത് വൺ ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇതിൽ ഒന്നാമത്തെ കേസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ട് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയാണ്. ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, ഫോം ചെയ്തു, അതിനുശേഷം രണ്ടു പാർട്ടീസും അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താവും, ഓട്ടോമാറ്റിക്കലി അത് ടെർമിനേറ്റ് ആവും, അല്ലെങ്കിൽ എൻഡ് ആവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ രീതിയിൽ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നതാണ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. നോക്കുക, പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഇസ് എ നോർമൽ ആൻഡ് യൂഷ്വൽ മോഡ് ഓഫ് ഡിസ്ചാർജിങ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് സാധാരണ രീതിയിൽ ടെർമിനേറ്റ് ആവുന്നത് രണ്ട് പാർട്ടീസും ആ കോൺട്രാക്റ്റ് എന്താണോ അവർ പെർഫോം ചെയ്യേണ്ട കാര്യം അത് പെർഫോം ചെയ്യുമ്പോഴാണ്. When a contract is duly performed by both the parties, the contract comes to a happy ending and nothing more remains. അതായത് രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ട് എത്തും. അതേപോലെ രണ്ട് പാർട്ടീസും ഇനി ഒന്നും ചെയ്യാനില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്റ്റ് എൻഡ് ആവും. But if only one party perform his promise, he alone is discharged. അതല്ല, രണ്ട് പാർട്ടീസും പെർഫോം ചെയ്യുന്നില്ല, ഒരാൾ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്തുള്ളൂ, രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്തില്ല, പെർഫോം ചെയ്തില്ലെങ്കിൽ ഈ ആരാണോ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ പെർഫോം ചെയ്ത വ്യക്തി, ആ വ്യക്തി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്ചാർജ് ആവുന്നുള്ളൂ. നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞത് രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ആ കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ആവും, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് തന്നെ ഡിസ്ചാർജ് ആവും. ഇനി സെക്കൻഡ് കേസ് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പെർഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ ആ പെർഫോം ചെയ്യുന്ന വ്യക്തി മാത്രമേ അതിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുള്ളൂ. സച്ച് എ പാർട്ടി ഗെറ്റ്സ് എ റൈറ്റ് ഓഫ് ആക്ഷൻ എഗെയിൻസ്റ്റ് ദ അതർ പാർട്ടി ഹു ഈസ് ഗിൽറ്റി ഓഫ് ബ്രീച്ച്. അതായത് ഈ പെർഫോം ചെയ്ത വ്യക്തിക്ക് മറ്റേ വ്യക്തിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്നൊരു ആക്ച്വൽ പെർഫോമൻസും സെക്കൻഡ് വൺ അറ്റംപ്റ്റഡ് പെർഫോമൻസും ഉണ്ട്. അപ്പം ബൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഈ പെർഫോമൻസ് ഉള്ളത്. ഒന്ന് ആക്ച്വൽ പെർഫോമൻസും ഒന്ന് അറ്റംപ്റ്റഡ് പെർഫോമൻസ്, അല്ലെങ്കിൽ ടെൻഡർ എന്ന് നമ്മൾ പറയും. അപ്പോൾ നോക്കുക, ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ
ആ പേരിൽ തന്നെ രണ്ട് പാർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി രണ്ടുപേരും പെർഫോം ചെയ്ത് കഴിഞ്ഞു. When each party to a contract fulfills its obligation arising under the contract within the time and in the manner prescribed, it amounts to actual performance of the contract and the contract comes to an end. അതായത് രണ്ട് പാർട്ടീസും ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്ത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താണ്, ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് ആണ്. അതായത് രണ്ട് പാർട്ടീസും പെർഫോം ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും പെർഫോം ചെയ്യാനില്ല, കോൺട്രാക്റ്റ് എൻഡായി. അപ്പോൾ അത് ആക്ച്വൽ പെർഫോമൻസ് ആണ്. ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ when the promiser offers to perform his promise but the promisee does not accept the performance, it is called attempted performance or tender. അതായത് പ്രോമിസർ ഈ ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്തു അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ പ്രോമിസി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെ, പ്രോമിസി അത് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു വ്യക്തി മാത്രം എന്ത് ചെയ്യുന്നു, അത് പെർഫോം ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാണ്, പെർഫോം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മറ്റേ പാർട്ടി അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയാം. നോക്കുക, ദ ടെൻഡർ ഈസ് നോട്ട് ആക്ച്വൽ പെർഫോമൻസ് ബട്ട് ഇറ്റ് ഈസ് only an offer to perform the obligation. A valid tender of performance is equivalent to performance. അതായത് ഈ ടെൻഡർ അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആക്ച്വൽ പെർഫോമൻസ് അല്ല. അത് ജസ്റ്റ് ഒരു ഓഫർ മാത്രമാണ്. അത് ഒരാൾ ഈ ഒരു നമ്മുടെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത പർപ്പസ് എന്ത് ചെയ്യാണ്, ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, മറ്റേ പാർട്ടി അതിനെ എതിർക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു വാലിഡ് ടെൻഡർ നമ്മൾ പെർഫോമൻസിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഒരു വാലിഡ് ടെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വാലിഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു നോർമൽ പെർഫോമൻസിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും പെർഫോം ചെയ്ത് കഴിഞ്ഞു. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പെർഫോം ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ മറ്റേ പാർട്ടി എന്ത് ചെയ്തു, അതിനെ എതിർത്തു. ഇനി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ ആണ് പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ. ഫസ്റ്റ് കേസ്, ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. അതായത് കണ്ടീഷൻ ഒന്നും പറയാൻ പാടില്ല. അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ നേരം എന്ത് ചെയ്യരുത്, കണ്ടീഷൻ, പുതിയ കണ്ടീഷൻ പറയരുത്. ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ഇഫ് എനി കണ്ടീഷൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ ടെൻഡർ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അതായത് ഈ പ്രോമിസർ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരിക്കലും പുതിയ കണ്ടീഷൻസ് പറയാൻ വേണ്ടി പാടില്ല. ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, A debtor offers to pay his creditor B if B sells his car to A. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ഡെപ്റ്റർ ആണ്, ബി എന്ന് പറയുന്ന വ്യക്തി ക്രെഡിറ്റർ ആണ്. അപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് എ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, പൈസ വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്നെ ഡെപ്റ്ററായിട്ടും ബിനെ ക്രെഡിറ്ററായിട്ടും പറയുന്നത്. ബി കടം കൊടുത്ത വ്യക്തിയാണ്, അതുകൊണ്ട് ബി ക്രെഡിറ്റർ ആണ്. എ എന്ന് പറയുന്നത് പണം വാങ്ങിയ വ്യക്തിയാണ്, അപ്പോൾ എ ഡെപ്റ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, എ ഓൾറെഡി ബിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം, ബിക്ക് തിരിച്ചു കൊടുക്കണം. ഇനി തിരിച്ചു കൊടുക്കുന്ന സമയത്താണ് എ എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ പറയുന്നത്. ബി എന്ത് ചെയ്യണം, ബിയുടെ കാറ് എക്ക് കൊടുക്കണം. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ല, ഒരു കണ്ടീഷനും പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു എമൗണ്ട് റീപേ ചെയ്യാൻ നേരമാണ് എ ബിയോട് പറയുന്നത് ബിയുടെ കാറ് എക്ക് കൊടുക്കണം. അപ്പോൾ അതെന്താണ്, അത് പുതിയൊരു കണ്ടീഷൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ പറയുവാണെങ്കിൽ അതിനെ നമുക്കൊരു വാലിഡ് ടെൻഡർ ആണെന്ന് പറയാൻ പറ്റില്ല. അൺകണ്ടീഷണൽ ആണെങ്കിൽ നമുക്ക് ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. സെക്കൻഡ് കേസ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്. അതായത് ഒരാൾ ഇത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആ ശ്രമിക്കുന്നത് പ്രോപ്പർ ടൈമിലും പ്രോപ്പർ പ്ലേസിലും തന്നെ ആയിരിക്കണം. തേർഡ് വൺ, ടെൻഡർ മസ്റ്റ് റിലേറ്റ് ടു ദ ഹോൾ ഒബ്ലിഗേഷൻ ആൻഡ് ദ പ്രൊമിസി ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് പാർഷ്യൽ പെർഫോമൻസ്. അതായത് ടെൻഡർ ഒരിക്കലും പാർഷ്യൽ പെർഫോമൻസ് ചെയ്യുന്നതായിരിക്കാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ ഒരാൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആ ശ്രമിക്കുന്നത് മൊത്തം ആ ഒരു കോൺട്രാക്റ്റിൻ്റെ മൊത്തം ഒബ്ലിഗേഷനും പെർഫോം ചെയ്യാൻ ശ്രമിക്കണം, അല്ലാതെ പാർഷ്യൽ എന്ത് ചെയ്യരുത്, പെർഫോം ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ എ എന്ന വ്യക്തി ബിയുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കടം വാങ്ങി എന്ന് വിചാരിക്കാം. എ എന്ന വ്യക്തി ബിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങി. ഇനി തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു 5,000 രൂപയാണ്. അപ്പോൾ ബിക്ക് എന്ത് ചെയ്യാം, അത് റിജക്റ്റ് ചെയ്യാം. കാരണം എന്താണ്,
എ ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് 10,000 രൂപയാണ്. അപ്പോൾ 5,000 മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂവെങ്കിൽ ബിക്ക് എന്ത് ചെയ്യും, അത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു വാലിഡ് ടെൻഡർ അല്ല. 10,000 രൂപ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ റിജക്റ്റ് ചെയ്താലാണ് എന്താവുക, അത് വാലിഡ് ടെൻഡർ ആവുക. അപ്പോൾ നമ്മളൊരു ടെൻഡർ വാലിഡ് ആവണമെങ്കിൽ എന്താണ്, ഹോൾ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കണം, അല്ലാതെ പാർഷ്യൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ നമ്മൾ പറയുന്നത്, ഇഫ് ദ ടെൻഡർ റിലേറ്റ്സ് ടു ഡെലിവറി ഓഫ് ഗുഡ്സ് ഇറ്റ് മസ്റ്റ് ഗിവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ദ പ്രോമിസി ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഡെലിവറി ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണെങ്കിൽ പ്രോമിസിക്ക് എന്ത് ചെയ്തിരിക്കണം, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ള, ആ ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള, അതായത് ഗുഡ്സ് എന്ത് ചെയ്യാൻ, എക്സാമിൻ ചെയ്ത് എന്താണ് അവർക്ക് നോക്കി വാങ്ങാനുള്ള ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ആർക്ക് കൊടുത്തിരിക്കണം, പ്രോമിസിക്ക് കൊടുത്തിരിക്കണം. ഇത് ഡെലിവറി ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ മാത്രം വരുന്ന കാര്യമാണ്. പ്രോമിസിക്ക് ഒരു ചാൻസ് കൊടുക്കുക, അതായത് അവർ വാങ്ങുന്ന സാധനത്തിൻ്റെ എന്താണ് സാധനം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസ്പെക്ട് ചെയ്യാൻ, എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കൊടുക്കാം. Then it must be made by a person who is in possession and is willing to perform the promise. അതായത് അഞ്ചാമത്തെ കണ്ടീഷൻ പറയുന്നത്, അതായത് ഇത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി അതിന് വില്ലിങ് ആയിരിക്കണം. അല്ലാതെ ജസ്റ്റ് എന്ത് ചെയ്യാൻ, ഈ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യാൻ അവർ വില്ലിങ് ആയിരിക്കണം. Then it must be made to the proper person, that is to the promisee or his duly authorized agent. ഇത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു എന്താണ് പ്രോപ്പർ പേഴ്സണിനോട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോമിസിയോട് തന്നെ ആയിരിക്കണം ഇത് പെർഫോം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പ്രോമിസർ ഇത് പെർഫോം ചെയ്യാൻ ശ്രമിക്കേണ്ടത് പ്രോമിസിയോടോ അല്ലെങ്കിൽ പ്രോമിസി എന്താണ് അപ്പോയിൻ്റ് ചെയ്ത അല്ലെങ്കിൽ എന്താണ് പ്രോമിസിക്ക് വേണ്ടി ഹാജരാകുന്ന ഏജൻറ്റ്, ഓതറൈസ്ഡ് ഏജൻറ്റിനോടോ തന്നെ ആയിരിക്കണം. ഒരു പ്രോപ്പർ പേഴ്സണോട് തന്നെ ആയിരിക്കണം ഇത് പെർഫോം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പ്രോപ്പർ പേഴ്സൺ എന്ന് നമ്മുടെ കേസിൽ ഉദ്ദേശിക്കുന്നത് പ്രോമിസിനെയാണ്. Then if there are several promises, an offer to any one of them is a valid tender. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രോമിസീസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളോട് പെർഫോം ചെയ്താൽ തന്നെ അത് വാലിഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ വാലിഡ് ടെൻഡർ ആയിട്ട് മാറും. ഒന്നിൽ കൂടുതൽ പ്രോമിസസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളോട് പെർഫോം ചെയ്യാൻ ശ്രമിച്ചാൽ മതി, അത് വാലിഡ് ടെൻഡർ ആണ്. Then in case of tender of money, exact amount should be tendered. അതായത് പൈസയുടെ ഡീലിങ്സ് ആണെങ്കിൽ എന്താണ്, എക്സാക്ട് എമൗണ്ട് ഷുഡ് ബി ടെൻഡർ. ആ എക്സാക്ട് എത്രയാണോ രൂപ അത് തന്നെ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡറിൽ പറയുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ബൈ പെർഫോമൻസിലാണ് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത്. ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്, പെർഫോമൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കോൺട്രാക്റ്റ് എൻഡായി. ഇത് നോർമൽ മോഡ് ഓഫ് എന്താണ് ഡിസ്ചാർജിങ് കോൺട്രാക്റ്റ് ആണ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്ന രീതിയാണ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ബൈ പെർഫോമൻസ് തന്നെ ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റഡ് പെർഫോമൻസും ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും പെർഫോം ചെയ്ത് കഴിഞ്ഞു, കോൺട്രാക്റ്റ് എൻഡാവും. ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു, മറ്റേ വ്യക്തി എന്ത് ചെയ്തു, അതിനെ എതിർത്തു. അതിനെയാണ് നമ്മൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസാണ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓർ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ എങ്ങനെ ചെയ്യുക, രണ്ട് പാർട്ടീസിനും സമ്മതത്തോടു കൂടിയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓർ എഗ്രിമെൻ്റ് എന്ന് പറയും. രണ്ട് പാർട്ടീസിൻ്റെയും എന്താണ് സമ്മതത്തോടു കൂടി, മ്യൂച്വൽ കൺസെൻറ്റോടു കൂടി നമ്മൾ കോൺട്രാക്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓർ എഗ്രിമെൻ്റ് എന്ന് പറയും. അപ്പോൾ നോക്കാം, since a contract is created by means of an agreement, it may also be discharged by another agreement. A contract may be discharged by agreement in the following ways. അതായത് നമ്മൾ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ഇതിലാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ എന്താണ് പുതിയൊരു എഗ്രിമെൻറ്റിൽ നമ്മൾ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓർ എഗ്രിമെൻ്റ് എന്ന് പറയും. ഇതിൽ വരുന്നത് 5 ടൈപ്സ് ആണ്: നൊവേഷൻ, ആൾട്രേഷൻ, റെസിഷൻ, റെമിഷൻ ആൻഡ് വേവർ. നൊവേഷൻ, ആൾട്രേഷൻ, റെസിഷൻ, റെമിഷൻ ആൻഡ് വേവർ. അപ്പം അതിൽ ഫസ്റ്റ് കേസാണ് നൊവേഷൻ എന്ന് പറയുന്നത്. നൊവേഷൻ
occurs when a new contract is substituted for an existing contract, either between the same parties or between different parties. The substitution of a new contract in the place of an old contract is called novation. അതായത് ഒരു കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് നമ്മൾ novation എന്ന് പറയാം. ഓൾറെഡി ഉള്ള ഒരു കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റ്, അതിനെ ഓൾറെഡി ഉള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് നമ്മൾ novation എന്ന് പറയുന്നത്. അപ്പോൾ novation എന്ന് പറയുമ്പോൾ സെയിം പാർട്ടീസ് തന്നെ ആവാം, ഡിഫറെൻറ്റ് പാർട്ടീസും ആവാം, ഏതെങ്കിലും ഒരു പാർട്ടി മാറുകയും ചെയ്യാം. അപ്പോൾ എന്താണ്, സെയിം പാർട്ടീസ് തന്നെ ആവാം, ഒന്നുകിൽ അതേ പാർട്ടീസ് തന്നെ എന്താണ് ആദ്യമുള്ള കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ടീസ് തമ്മിൽ എന്താണ് ആദ്യത്തെ കോൺട്രാക്റ്റ് എൻഡ് ചെയ്തിട്ട് പുതിയ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിനെയാണ് novation എന്ന് പറയുക. ആദ്യത്തെ കോൺട്രാക്റ്റിന് പകരമായിട്ട് മറ്റൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിനെയാണ് novation എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞ് A owes ₹5,000 to B. A എന്ത് ചെയ്തു, A ബിയുടെ കയ്യിൽ നിന്ന് 5,000 രൂപ വാങ്ങി. ഇറ്റ് ഈസ് agreed between A, B and C that C will repay the amount to B. അതായത് പിന്നീട് എന്ത് ചെയ്തു, അതായത് A ആണ് Bക്ക് തിരിച്ച് 5,000 രൂപ കൊടുക്കേണ്ടത്. പക്ഷേ Aയും Bയും Cയും തമ്മിൽ എഗ്രി ചെയ്തു, C എന്ത് ചെയ്യും, Bക്ക് എമൗണ്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് Aയും Bയും തമ്മിലായിരുന്നു, പിന്നീട് എന്തായി, Bയും Cയും തമ്മിലായി ആ കോൺട്രാക്റ്റ്. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, എന്താണ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് നമ്മൾ novation എന്ന് പറയുന്നത്. novation മനസ്സിലായെന്ന് കേൾക്കുന്നു. പഴയ കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ആ വേർഡാണ് ഉപയോഗിക്കേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് novation എന്ന് പറയുന്നത്. novation ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. novation എന്ന് പറയുന്നത് സെയിം പാർട്ടീസ് തമ്മിലാവാം, ഡിഫറെൻറ്റ് പാർട്ടീസ് ആവാം. ഇനി സെക്കൻഡ് കേസാണ് ആൾട്രേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആൾട്ടർ ചെയ്യാണ്. ആൾട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ അതായത് മെറ്റീരിയൽ ടേംസ്, ഒരു കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയൽ ടേംസിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നതിനെയാണ് എന്ത് പറയുക, ആൾട്രേഷൻ എന്ന് പറയുന്നത്. Alteration of contract means change in one or more of the material terms of a contract. If a material alteration in a written contract is done by mutual consent, the original contract is discharged by alteration and new contract in its altered form takes its place. അതായത് ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയൽ ടേംസിൽ, അതായത് ഏറ്റവും എസെൻഷ്യൽ ടേംസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് ആൾട്രേഷൻ എന്ന് പറയുക. ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയൽ ടേംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് നമ്മൾ പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് നമ്മൾ ആൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ടേംസിൽ എന്ത് ചെയ്തു, ചേഞ്ച് വരുത്തി. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, X agrees with Y for the supply of 100 bags of wheat by the 1st of next month. Subsequently, they change the terms, thereby requiring X to supply 50 bags of wheat by the 10th of next month. അതായത് ആദ്യം X അഗ്രി ചെയ്യുന്നത് Yക്ക് 100 bags of wheat ഗോതമ്പ് തരാം, അതായത് അടുത്ത മാസം ആദ്യം 100 ബാഗ് ഗോതമ്പ് തരാമെന്നാണ് എക്സ് അഗ്രി ചെയ്യുന്നത്, വൈനോട് അഗ്രി ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അവരതിൻ്റെ മെറ്റീരിയൽ ടേംസിൽ ചെറിയ ചേഞ്ച് വരുത്തി 100 ബാഗ് എന്നുള്ളത് 50 ബാഗാക്കി കുറയ്ക്കുകയും അതേപോലെ ഡേറ്റ് നെക്സ്റ്റ് മന്തിൻ്റെ ആദ്യം തരാമെന്ന് മാത്രമാണ് പറയുന്നത്, ഒരു അടുത്ത മാസം ഒരു 10 കൂടി തരാമെന്ന് എന്ത് ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയ കോൺട്രാക്റ്റ് അവിടെ നിലവിൽ വന്നു. ആദ്യത്തെ കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയൽ ടേംസിൽ അവിടെ ചേഞ്ച് വരുത്തി പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിനെയാണ് ആൾട്രേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് റെസിഷൻ. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. ഇൻ ദാറ്റ് കേസ് ദ ഒറിജിനൽ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോംഡ്. രണ്ട് പാർട്ടീസിൻ്റെയും സമ്മതത്തോടുകൂടി ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് റെസിഷൻ എന്ന് പറയുക. വേർഡ് ഓർത്തിരിക്കുക, റെസിഷൻ. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ് റെസിഷൻ എന്ന് പറയുന്നത്. രണ്ട് പാർട്ടീസിൻ്റെയും സമ്മതത്തോടുകൂടി ആ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിഷൻ എന്ന് പറയുന്നത്. നോക്കുക, എക്സാമ്പിൾ നോക്കുക. A promises to deliver certain goods to B on a certain date. Before the date of performance, A and B mutually agree that the contract need not be performed. A എന്ത് ചെയ്തു, ബിയോട് പ്രോമിസ് ചെയ്തു ഒരു certain ഡേറ്റിൽ ഒരു certain ഗുഡ്സ്, എന്തെങ്കിലും ഗുഡ്സ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. പക്ഷേ ആ ഡേറ്റ് എന്താണ്,
ആ പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ രണ്ടുപേരും കൂടി എന്താണ് മ്യൂച്വലി എഗ്രി ചെയ്യാണ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ എന്താണ് ആ കോൺട്രാക്റ്റ് വേണ്ട എന്നുള്ള കാര്യം രണ്ടുപേരും എഗ്രി ചെയ്യുവാണെങ്കിൽ മ്യൂച്വലി എന്താണ് എഗ്രി ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെസിഷൻ എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇത്ര വരെ നോക്കിയത്. നൊവേഷൻ, ആൾട്രേഷൻ, റെസിഷൻ. നൊവേഷൻ മീൻസ് ഓൾഡ് കോൺട്രാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ കോൺട്രാക്ട് നിലവിൽ വരുന്നു. ആൾട്രേഷൻ എന്ന് വെച്ചാൽ മെറ്റീരിയൽ ടേംസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് പുതിയ കോൺട്രാക്ട് നിലവിൽ വരുന്നു. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഇപ്പം നിലവിലുള്ള കോൺട്രാക്ട് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കേസിൽ ഒരു കോൺട്രാക്റ്റും പെർഫോം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി 4ാമത്തെ കേസാണ് റെമിഷൻ. റെമിഷൻ നോക്കുക. റെമിഷൻ മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് എ ലെസ്സർ പ്രോമിസ് than what was actually due under the contract. It is a unilateral act of the promisee discharging the obligation of the promiser. അതായത് റെമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്രി ചെയ്തതിനേക്കാളും ഒരു ലെസ്സർ പെർഫോമൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. റെമിഷൻ മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് എ ലെസ്സർ പ്രോമിസ് ദാൻ വാട്ട് വാസ് ആക്ച്വലി ഡ്യൂ അണ്ടർ ദ കോൺട്രാക്ട്. എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നത് അതിനേക്കാൾ കുറഞ്ഞ പെർഫോമൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. നോക്കുക, എക്സാമ്പിൾ നോക്കുക. എ ഓസ് ₹10,000 ടു ബി. എ എന്ത് ചെയ്തു, 10,000 രൂപ ബിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി. ബി അഗ്രീസ് ടു അക്സെപ്റ്റ് ₹8,000 ഇൻ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിം. ശരിക്കും എ എത്ര രൂപ തന്നെ ബിക്ക് റിട്ടേൺ കൊടുക്കണം? എത്ര രൂപ തന്നെ കൊടുക്കണം? 10,000 രൂപ തന്നെ തിരിച്ചു കൊടുക്കണം. പക്ഷേ ബി എന്ത് ചെയ്തു, 8,000 രൂപ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഫുൾ സാറ്റിസ്ഫാക്ഷനോടുകൂടി 8,000 രൂപ ആക്സെപ്റ്റ് ചെയ്യാൻ ബി തയ്യാറാണ്. അപ്പോൾ എ എത്രയെ കൊടുക്കണ്ടു? 10,000ന് പകരം 8,000 രൂപയെ കൊടുക്കണ്ടു. ആ ഹോൾ ഡെപ്റ്റ്, അതായത് 10,000 രൂപയുടെ കടവും എന്ത് ചെയ്തു, അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. അപ്പോൾ 10,000 രൂപയായിരുന്നു ശരിക്കും എ ബിക്ക് കൊടുക്കേണ്ടത്. പക്ഷേ രണ്ടുപേരും സമത്തോടു കൂടി ബി 8,000 രൂപ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. 10,000 കൊടുക്കേണ്ടത് 8,000, അതായത് ലെസ്സർ പ്രോമിസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെസ്സർ പെർഫോമൻസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ബി 8,000 രൂപ വാങ്ങുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. അപ്പോൾ റെമിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കോൺട്രാക്റ്റിൽ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ കുറഞ്ഞ പെർഫോമൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെമിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് waiver ആണ്. waiver, when both parties agrees to abandon their respective rights under the contract need not be performed and is discharged. It is called waiver. രണ്ട് പാർട്ടീസും അവരുടെ റൈറ്റ്സ്, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതിനെയാണ് waiver എന്ന് പറയുന്നത്. when both parties agrees to abandon their respective rights under the contract need not be performed and is discharged. രണ്ട് പാർട്ടീസും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് വേണ്ടാന്ന് വെക്കുന്നു. അപ്പോൾ ആ ഒരു കേസിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല, കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. അപ്പോൾ ഇത്രയും രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓർ എഗ്രിമെൻറ്റിൽ വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നൊവേഷൻ, ആൾട്രേഷൻ, റെസിഷൻ, റെമിഷൻ ആൻഡ് waiver. ഇനി റെമിഷൻ എന്ന് പറഞ്ഞാൽ ലെസ്സർ പ്രോമിസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ്. waiver എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്പെക്റ്റീവ് റൈറ്റ്സ് അവർ പാർട്ടീസ് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് waiver എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, discharge by lapse of time. Every contract must be performed within the specified period and it is called the period of limitation. അതായത് ഓരോ കോൺട്രാക്റ്റും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് പെർഫോം ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്നാണ് പറയുക. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഓരോ കോൺട്രാക്റ്റും എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഒരു മിനിമം ടൈമിനുള്ളിൽ അത് പെർഫോം ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ കോൺട്രാക്ട് ഈസ് നോട്ട് പെർഫോംഡ് ആൻഡ് ദ പ്രോമിസി ഫെയിൽസ് ടു ടേക്ക് എനി ആക്ഷൻ വിത്തിൻ ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ദെൻ ദ കോൺട്രാക്ട് ഈസ് ടെർമിനേറ്റഡ് ഓർ ഡിസ്ചാർജ്ഡ്. അതായത് ഈ സമയത്തിനുള്ളിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാതെ വരികയും അതേപോലെ പ്രോമിസർക്കെതിരെ ഒരു ആക്ഷനും ഈ പറഞ്ഞ പീരീഡ് ഓഫ് ലിമിറ്റേഷനുള്ളിൽ ഒരു ആക്ഷനും എടുക്കുന്നില്ലെങ്കിൽ കോൺട്രാക്ട് എന്താവും, ടെർമിനേറ്റ് ആവും അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ സമയത്തിന്, ചില കാര്യങ്ങൾക്ക് സമയത്തിന് ഭയങ്കര വിലയുണ്ട്. ചില കോൺട്രാക്റ്റിന് ടൈം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ
ടൈമൊന്നും പറയുന്നില്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മളൊരു കോൺട്രാക്റ്റ് എന്ത് ചെയ്തിരിക്കണം, പെർഫോം ചെയ്തിരിക്കണം. ഇനി അങ്ങനെ പെർഫോം ചെയ്യുന്നില്ല, അതേപോലെ പ്രോമിസർക്കെതിരെ ഒരു ആക്ഷനും ആ സമയത്തിനുള്ളിൽ എടുക്കുന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവും. അതാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇനി ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡെത്ത്, ഇൻസോൾവൻസി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തെ കേസ് ഡെത്താണ്, പിന്നെ ഇൻസോൾവൻസി, പിന്നെ ഈ ഒരു കേസിൽ മർജർ കൂടി വരുന്നുണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോൾ where the contract is of a personal nature, the death of the promiser discharges the contract. In other contracts, the rights and liabilities of the deceased person pass on to the legal representatives. നമുക്കറിയാം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട പ്രോമിസർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യം വരും. ഒന്ന് പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് വരും, പിന്നെ ഒന്ന് ഇംപേഴ്സണൽ വരും. പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ പ്രോമിസർ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യേണ്ട, കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. ഡെത്തിൻ്റെ കേസിൽ പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ പ്രോമിസർ മരിച്ചു പോയി കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്താവും, ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും. അതായത് പേഴ്സണൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാരേജിൻ്റെ കേസിൽ, അതേപോലെ സിംഗിങ്, ദെൻ പെയിൻറ്റിങ് തുടങ്ങിയ പേഴ്സണൽ സ്കിൽ വേണ്ട അല്ലെങ്കിൽ പേഴ്സണൽ എബിലിറ്റി വേണ്ട കേസാണ് നമ്മൾ പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇംപേഴ്സണൽ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പെർഫോം ചെയ്യാം. പേഴ്സണൽ ആകുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ ഇത് പെർഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ പ്രോമിസർ മരിച്ചു പോയി കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. ഇംപേഴ്സണൽ നേച്ചർ ആണെങ്കിൽ ഈ മരിച്ചു പോയി കഴിഞ്ഞ വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് അതെന്താവും, പാസ്സാവും, അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം അത് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. ഇംപേഴ്സണൽ ആണെങ്കിൽ അത് ഡിസ്ചാർജ് ആവില്ല. ആ കോൺട്രാക്റ്റ് ആര് പെർഫോം ചെയ്യേണ്ടി വരും, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് പെർഫോം ചെയ്യേണ്ടി വരും. ഇനി ഇൻസോൾവൻസി. എ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് വെൻ വൺ ഓഫ് ദ പാർട്ടീസ് ടു ഈസ് അഡ്ജുഡിക്കേറ്റഡ് ആസ് എൻ ഇൻസോൾവൻറ്റ്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. ആരെങ്കിലും ഒരാൾ പാപ്പരായി കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. Then merger where an inferior right contractor merges into a superior right contract, the former contract stands discharged automatically. അതായത് ഒരു ഇൻഫീരിയർ റൈറ്റും സുപ്പീരിയർ റൈറ്റും, അതായത് കുറഞ്ഞ ഒരു റൈറ്റിൽ നിന്ന് കൂടിയ ഒരു ഹയർ റൈറ്റിലോട്ട് മാറുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ മെർജർ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ, അതായത് ഈ ഇൻഫീരിയർ റൈറ്റിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഒരു പേഴ്സൺ ഹോൾഡിംഗ് എ പ്രോപ്പർട്ടി ആസ് എ ടെനന്റ് സബ്സിക്വൻ്റ്ലി ബൈസ് ദ പ്രോപ്പർട്ടി, ഹിസ് റൈറ്റ് ആസ് എ ടെനന്റ് ആർ മെർജ്ഡ് ഇൻ ടു ദ റൈറ്റ്സ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ദ കോൺട്രാക്ട് ഓഫ് ടെനൻസി സ്റ്റാൻഡ്സ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അതായത് ഒരു വ്യക്തി ആദ്യം മറ്റൊരു വ്യക്തിയുടെ ടെനന്റ് ആയിരുന്നു, വാടകക്കാരനായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണറും ടെനൻറ്റ് അല്ലെങ്കിൽ വാടകക്കാരൻ എന്നുള്ളൊരു കോൺട്രാക്റ്റ് ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതിനുശേഷം ഈ ടെനൻ്റ് ആയിരുന്ന വ്യക്തി എന്ത് ചെയ്തു, ആ പ്രോപ്പർട്ടി അങ്ങ് വാങ്ങിയ സമയത്ത് അയാൾ എന്തായി, അതിൻ്റെ ഓണറായി. അപ്പോൾ ഇൻഫീരിയർ റൈറ്റിൽ നിന്ന് ഒരു സുപ്പീരിയർ റൈറ്റിൽ, അതായത് അതിനേക്കാൾ കൂടിയൊരു അവകാശത്തിലോട്ട് അയാൾ മാറുകയാണ്. അപ്പോൾ ഈ മാറുന്നതിനെയാണ് നമ്മൾ മെർജർ എന്ന് പറയുന്നത്. അതായത് ഇൻഫീരിയർ റൈറ്റ് കോൺട്രാക്ട്സ് മെർജസ് ഇൻറ്റു എ സുപ്പീരിയർ റൈറ്റിനെയാണ് നമ്മൾ മെർജർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോൺട്രാക്റ്റ് ആകുമ്പോൾ ഇയാൾ ഓണറായി, അല്ലേ, റൈറ്റ് ഓഫ് ഓണർഷിപ്പ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു, കോൺട്രാക്ട് ഓഫ് ടെനൻസി അവിടെ ഡിസ്ചാർജ് ആയി. ആദ്യത്തെ കോൺട്രാക്റ്റ് അവിടെ ഡിസ്ചാർജ് ആയി, അല്ലെങ്കിൽ ടെനൻസി കോൺട്രാക്റ്റ് അവിടെ ഡിസ്ചാർജ് ആയി. പുതിയ കോൺട്രാക്റ്റ് ഓണർഷിപ്പിൻ്റെ രീതിയിൽ പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വന്നു. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് എന്തായി, ഡിസ്ചാർജ് ആയി. അപ്പോൾ മെർജർ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ റൈറ്റിനെ സുപ്പീരിയർ റൈറ്റിലോട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് മെർജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നത്: ഡെത്ത്, ഇൻസോൾവൻസി, മെർജർ. നെക്സ്റ്റ് ഡിസ്ചാർജ് ബൈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആണ്. എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻറ്റു ബൈ പാർട്ടീസ് ഫോർ ഡൂയിങ് ആൻ ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. നമുക്കറിയാം, ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. വോയിഡ് അറ്റ് ദ വെരി ബിഗിനിങ്, അതായത് തുടക്കം മുതലേ അത് വോയിഡാണ്. അതിനെയാണ് വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 2 സമാന്തര രേഖകൾ അല്ലെങ്കിൽ സമാന്തര ലൈൻ കൂട്ടിമുട്ടുമെന്ന് പറഞ്ഞ് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ ഒരു കാരണവശാലും അത് എന്ത് ചെയ്യില്ല, സമാന്തര രേഖകൾ തമ്മിൽ ഇതില്ല,
കൂട്ടിമുട്ടില്ല. അപ്പോൾ അതുപോലെ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോയിഡ് അബിനീഷാണ്, തുടക്കം മുതലേ വോയിഡാണ്. പക്ഷേ നമ്മൾ ചില കേസിൽ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് പോസിബിൾ ആയിരുന്നു, പിന്നീട് ഇമ്പോസിബിൾ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് പോസിബിൾ ആയിരുന്നു, നടക്കുന്ന ഒരു കാര്യമായിരുന്നു, പിന്നീട് അതെന്തായി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായി. ആ ഒരു കേസാണ് ഡിസ്ചാർജ് ബൈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയിൽ പറയുന്നത്. നോക്കാം. Impossibility which arises subsequent to the formation of a contract is known as subsequent or supervening impossibility. അതായത് കോൺട്രാക്റ്റ് ഫോം ചെയ്തതിന് ശേഷം അത് ഇമ്പോസിബിൾ ആവുന്ന കേസിനെയാണ് സബ്സീക്വൻ്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ആസ് എ ജനറൽ റൂൾ, ദ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വിൽ നോട്ട് എക്സ്ക്യൂസ് ദ പ്രോമിസർ, ആൻഡ് ഇൻ കേസ് ഓഫ് നോൺ പെർഫോമൻസ് ദ പ്രോമിസർ ഈസ് ലയബിൾ ടു പേ ഡാമേജസ് ടു ദി പ്രോമിസി. അതായത് ഇങ്ങനെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ശേഷം അത് ഇമ്പോസിബിൾ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഒരിക്കലും പ്രോമിസർ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ചാർജ് ആവുന്നില്ല. എന്ത് ചെയ്യേണ്ടി വരും, പ്രോമിസർ അതിൻ്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് ആർക്ക് കൊടുക്കേണ്ടി വരും, പ്രോമിസിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. But there may be some cases in which non-performance of contract may be due to some event beyond the control of the parties. In such cases, performance of the contract will be discharged. This is called a doctrine of supervening impossibility. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സാധാരണ കേസ്. പക്ഷെ ചില കേസിൽ ഈ പാർട്ടീസിൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യം കൊണ്ട് ആ ഒരു കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആവും. അതായത് ഈ പാർട്ടീസിൻ്റെ ഒരു കൺട്രോൾ കൊണ്ടല്ല, അല്ലെങ്കിൽ പാർട്ടീസിൻ്റെ കാരണത്താലല്ലാതെ, ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത പാർട്ടീസിൻ്റെ കാരണത്താലല്ലാതെ ഒരു കാര്യം അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യേണ്ട കാര്യം ഇമ്പോസിബിൾ ആയിക്കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ ഒരു കേസിൽ ഡാമേജസ് കൊടുക്കേണ്ട കാര്യമില്ല, ആ കോൺട്രാക്റ്റ് എന്താവും അവിടെ ഡിസ്ചാർജ് ആവും. ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത പാർട്ടീസിൻ്റെ കാരണത്താലല്ലാതെ ആ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആയിക്കഴിഞ്ഞാൽ, ആ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ ഒരു കേസിൽ അവിടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാരണത്താൽ ഇമ്പോസിബിൾ ആയിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പാർട്ടീസിൻ്റെ കാരണത്താലല്ലാതെ ഒരു കാര്യം, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ഒരു കാര്യം ഇമ്പോസിബിൾ ആവുകയും കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അപ്ലൈ. ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അപ്ലൈ ചെയ്യുന്ന ചില സിറ്റുവേഷനാണ്. ഒന്ന്, ഡിസ്ട്രക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ എന്താണോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ അതിൻ്റെ തീമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്തായിരുന്നോ അത് നശിച്ചു പോകുന്ന കേസിൽ എന്താവും, അതായത് പാർട്ടീസിൻ്റെ കൺട്രോളിലല്ലാത്ത കാരണത്താൽ അത് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് ഡിസ്ട്രക്ട് ചെയ്ത് പോവുകയോ ഇല്ലാതായി പോവുകയോ ചെയ്താൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. When the subject matter of the contract is destroyed subsequent to its formation without the fault of the parties, the contract need not be performed and it is discharged. പാർട്ടീസിൻ്റെ കാരണത്താലല്ലാതെ ഫോം ചെയ്തതിന് ശേഷം ആ സബ്ജക്റ്റ് മാറ്റർ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഇല്ലാതാവും. നമ്മളൊരു കുതിരയുടെ കേസാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കുതിര ജീവനോടെ ഉണ്ടായിരുന്നു, പക്ഷേ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ നേരം പാർട്ടീസിൻ്റെ കാരണത്താൽ അല്ലാതെ കുതിര ചത്തുപോവുകയാണ്. അപ്പോൾ ആ ഒരു കേസിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. സെക്കൻഡ് കേസ് ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി പ്രോമിസർ ആണ്. Where the performance of a contract depends upon the personal skill of the promiser, the contract is discharged on the illness or incapacity or death of that person. അതായത് പ്രോമിസർ മരിക്കുകയോ അല്ലെങ്കിൽ അവർ ഇൻകോമ്പിറ്റൻ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും. Where the performance of contract depends upon the personal skill of the promiser. അതായത് ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് ആ പ്രോമിസറുടെ പേഴ്സണൽ സ്കില്ലിൻ്റെ പുറത്താണ്. അതായത് പേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ വ്യക്തി, അതായത് പ്രോമിസർ മരിച്ചു പോവുകയോ പ്രോമിസർ ഇൻകോമ്പിറ്റൻ്റ് ആവുകയോ, അതായത് ഇപ്പോൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും.
ഇവിടെ പറയുന്നത് എ ആൻഡ് ബി കോൺട്രാക്ട് ടു മാരി ഈച്ച് അതർ. എയും ബിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ബിഫോർ ദ ടൈം ഫിക്സ്ഡ് ഫോർ മാരേജ് എ ഗോസ് മാഡ്. അതായത് കല്യാണത്തിന് മുമ്പ് എക്ക് ഭ്രാന്താവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, ഇതൊരു പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്ക് ഭ്രാന്തായതുകൊണ്ട് എന്താണ്, ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും. ഇനി മൂന്നാമത്തെ കേസ് പറഞ്ഞാൽ ഫെയിലിയർ ഓഫ് അൾട്ടിമേറ്റ് പർപ്പസ് ആണ്. where the ultimate purpose for which the contract is entered into fails, the contract is discharged although there is no destruction of the subject matter and the performance is still possible. അതായത് ഫെയിലിയർ ഓഫ് അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും സബ്ജക്റ്റ് മാറ്റർ ഉണ്ട്, അതേപോലെ പെർഫോമൻസ് പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ കോൺട്രാക്റ്റിൽ എന്താണ് എൻ്റർ ചെയ്തത്, ആ പർപ്പസ് ഫെയിലായി കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ട് എന്ത് പർപ്പസിനാണോ നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്തത് ആ പർപ്പസ് നടക്കാതെ വന്നാൽ എന്താണ്, അത് എന്തിൽ വരും, ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയിൽ വരും, കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് നടന്നൊരു കേസാണ്, ക്രെൽ വേഴ്സസ് ഹെൻറി ആണ്. ഹെൻറി ഹയർഡ് എ റൂം ഇൻ ലണ്ടൻ ഫ്രം ക്രെൽ ഇൻ ഓർഡർ ടു വ്യൂ ദ കൊറോണേഷൻ പ്രൊസഷൻ ഓഫ് എ കിങ്. ഓക്കെ, ഡ്യൂ ടു കിങ്സ് ഇൽനെസ് the procession was cancelled. Here the contract is discharged and Henry need not pay the rent. അതായത് ഹെൻറി ലണ്ടനിൽ ഒരു റൂം എടുക്കുകയാണ്, അതായത് ക്രെല്ലിൻ്റെ എന്താണ് ഹോട്ടലിൽ ഒരു റൂം എടുക്കുകയാണ്. ഈ റൂം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു വ്യൂ ദ കൊറോണേഷൻ പ്രൊസഷൻ ഓഫ് എ കിങ്, ഒരു രാജാവിൻ്റെ കിരീടധാരണ ഘോഷയാത്ര കാണാനാണ് ഈ റൂം എടുക്കുന്നത്. പക്ഷേ കിങ്ങിന് എന്താണ് സുഖമില്ലാത്തത് കൊണ്ട് ഈ പ്രൊസഷൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു, അതായത് ഈ ഘോഷയാത്ര ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യണ്ട, ഹെൻറി റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഹെൻറിയുടെ എന്താണ് പർപ്പസ് തന്നെ എന്തായിരുന്നു, ആ ഘോഷയാത്ര കാണുക എന്നുള്ളതായിരുന്നു. ആ ഘോഷയാത്ര നടക്കാതെ വന്നതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഹെൻറി വാടക കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടാവും, ഡിസ്ചാർജ് ആവും. അപ്പോൾ ഈ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. നെക്സ്റ്റ് ചേഞ്ച് ഓഫ് ലോ ആണ്. എ സബ്സീക്വൻറ്റ് ചേഞ്ച് ഇൻ ലോ മേ റെൻഡർ ദ കോൺട്രാക്ട് ഇല്ലീഗൽ ആൻഡ് ഇൻ സച്ച് കേസ് ദ കോൺട്രാക്ട് ഈസ് ഡീംഡ് ടു ബി ഡിസ്ചാർജ്ഡ്. അതായത് നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ലോ എന്താണ്, അല്ലെങ്കിൽ നിയമപ്രകാരം അത് എന്താണ് പോസിബിൾ ആയിരുന്നു. പിന്നീട് നിയമത്തിൽ ചെറിയ ചേഞ്ച് വന്നതുകൊണ്ട് പിന്നീട് അത് ഇല്ലീഗൽ ആവുന്ന കേസിലെയാണ് ഈ ചേഞ്ച് ഓഫ് ലോയിൽ പറയുന്നത്. അപ്പോൾ എന്താവും, ആ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. അതായത് നിയമത്തിൽ ചേഞ്ച് വന്നതുകൊണ്ട് കോൺട്രാക്റ്റ് എന്താവും, ഡിസ്ചാർജ് ആവും. ലാസ്റ്റ് കേസ് പറഞ്ഞാൽ ഔട്ട് ബ്രേക്ക് ഓഫ് വാർ ആണ്. അതായത് അലിയൻ എനിമിയുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നതാണ്. ഓൾ കോൺട്രാക്ട്സ് എൻ്റേർഡ് ഇൻ ടു വിത്ത് ആൻ അലിയൻ എനിമി ഡ്യൂറിങ് ദ വാർ ആർ ഇല്ലീഗൽ ആൻഡ് വോയിഡ് അബ് ഇനിഷ്യോ. അലിയൻ എനിമി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യം തമ്മിൽ എന്താണ് ശത്രുതയിലാണെങ്കിൽ, വാറാണെങ്കിൽ അവിടുത്തെ എന്താണ് അവിടുത്തെ ഒരു സിറ്റിസൺ നമ്മുടെ അലിയൻ എനിമിയാണ്. അപ്പോൾ അലിയൻ എനിമിയുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്താണ്, വോയിഡ് അബ് ഇനിഷ്യോ ആണ്, അതേപോലെ ഇല്ലീഗലുമാണ്. കോൺട്രാക്ട്സ് എൻ്റേർഡ് ഇൻ ടു ബിഫോർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് വാർ ആർ സസ്പെൻഡ് ഡ്യൂറിങ് ദ വാർ ആൻഡ് മേ ബി റിവൈവ്ഡ് ആഫ്റ്റർ ദ വാർ ഈസ് ഓവർ. അതായത് കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്താണ് പീസിലായിരിക്കും, അതിനുശേഷം എന്താണ് വാർ നടന്നു കഴിഞ്ഞാൽ ആ വാറിൻ്റെ ടൈമിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. പിന്നീട് പീസ് ആവുന്ന സമയത്ത്, സമാധാനത്തിലാവുന്ന സമയത്ത് എന്താണ് ആ കോൺട്രാക്റ്റ് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഔട്ട് ബ്രേക്ക് ഓഫ് വാറിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് കേസാണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കേസാണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. Breach of contract means failure of a party to perform his obligation under the contract. If one party commits a breach, the other party can treat the contract as terminated and he can sue for damages. അതായത് ഒരു പാർട്ടി ഇത് പെർഫോം ചെയ്യാൻ ഫെയിലിയർ ആവുന്നതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു പാർട്ടി ഇത് പെർഫോം ചെയ്യാൻ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടി എന്താണ് അത് പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കേസാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു പാർട്ടി ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതർ പാർട്ടി എന്ന് പറയുന്നത് അഗ്രീവ്ഡ് പാർട്ടിയാണ്. അയാൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ എന്താണ് ടെർമിനേറ്റ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യാം, അതേപോലെ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ഒരു പാർട്ടി എന്ത് ചെയ്യുന്നില്ല, പെർഫോം ചെയ്യുന്നില്ല, അപ്പോൾ മറ്റേ പാർട്ടി പെർഫോം ചെയ്യുമായിരിക്കുമല്ലോ, അപ്പോൾ മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യും, ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യാം, അതേപോലെ ഈ പാർട്ടിയിൽ നിന്ന് അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ബ്രീച്ച് രണ്ട് തരത്തിലുണ്ട്, ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ
ശരിക്കും ഇത് പെർഫോം ചെയ്യേണ്ട സമയത്ത്, പെർഫോമൻസ് ഡ്യൂ ആയി പെർഫോം ചെയ്യേണ്ട സമയത്ത് എന്താണ് അയാളുടെ അൺവില്ലിങ്നെസ് അറിയിക്കുന്നതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുക. അതായത് ശരിക്കും പെർഫോം ചെയ്യേണ്ട ടൈമായി, പെർഫോമൻസ് ഡ്യൂ ആയി ആ സമയത്ത് അതിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഒരാൾ അയാളുടെ അൺവില്ലിങ്നെസ് മറ്റേയാളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ പെർഫോമൻസ് ഡ്യൂ ആയി ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ പെർഫോമൻസിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയാം. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഡ്യൂ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ അൺവില്ലിങ് ആണെന്ന് മുൻകൂട്ടി അറിയിക്കുന്നതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അയാളുടെ ഒബ്ലിഗേഷനിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞ പെർഫോമൻസ് ബൈ 6 കാര്യങ്ങളാണ് വരുന്നത്. ബൈ പെർഫോമൻസ്, ബൈ മ്യൂച്വൽ കൺസെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ സബ്സീക്വൻറ്റ് ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി, ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്.